ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ തന്നെയാണ്. മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ബാഗ്സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു 5 ബാഗാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യാൻ ലിങ്ക് എന്തായാലും എല്ലാത്തിൻ്റെയും താഴെ കൊടുത്തിട്ടുണ്ടാവും, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല യെല്ലോ കളറിൽ വരുന്ന ഈ ഒരു ബാഗാണ്. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീൻ, ഗ്രേ, പിങ്ക്, യെല്ലോ, ദെൻ വേറെ ഏതൊരു കളർ കൂടെ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഈ യെല്ലോ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയും ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിന് തിരിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നുള്ളത്. ഇവിടെ ഒരു സിബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്പേസ് ഉള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ വള്ളി തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വള്ളി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്കിങ്ങനെ തൂക്കിയിടും അല്ലേ, നമ്മളിങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വള്ളി ഇല്ല. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. സാധാരണ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആ ഒരു പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു വള്ളി ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇല്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ മിസ്സായതായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യുക. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 300 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യാൻ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലിം ബാഗാണ്. അപ്പോൾ ഇതിൻ്റെയും 3 കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോ, ബ്ലൂ, ദെൻ പിങ്ക്. ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വള്ളിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയുമാണ്. ഇവിടെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. സിബൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത്രയും സ്പേസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 190 ആണ്. ആ ഒരു റേറ്റിന് കുഴപ്പമൊന്നുമില്ലാത്ത പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും താഴെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൻ്റെയും 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഇതും അതുപോലെ തന്നെ വൈറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സെയിം കളർ തന്നെയാണ്, ഏകദേശം സെയിം കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വള്ളി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത്രയും ലെങ്ത് ആണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് സിബോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു ലോക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാഗാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ആ ഒരു പിക്കിൽ കണ്ട അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. കയ്യിൽ കിട്ടിയപ്പോൾ പിക്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 330 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും താഴെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരു സ്ലിം ബാഗാണ് കേട്ടോ. നല്ല ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് വള്ളി കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് വന്നിട്ടുള്ളത് 2 കമ്പാർട്ട്മെൻ്റ് ആണ്. സിബൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത്രയും സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 190 രൂപയാണ്. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാഗ് നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെയാണ് വള്ളി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതാ വലിയൊരു കമ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത്രയും സ്പേസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സിബ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 290 രൂപയാണ് കേട്ടോ. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.